ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 8 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് കാജോൾ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു മാ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഡേറ്റ് ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ആഗസ്റ്റ് ലാസ്റ്റോട് കൂടിയൊക്കെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് നെറ്റ്ഫ്ലിക്സ് പ്രതീക്ഷിക്കാവുന്നുള്ളൂ. ഓക്കെ, അടുത്തത് C5 ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ്. സട്ടവും നീതിയും എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ജൂലൈ മാസം 18-ാം തീയതി തമിഴ് ഭാഷയിൽ മാത്രമായിട്ടാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ്. അമിത് ചക്കാലക്കൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അസ്ത്ര എന്ന് പറഞ്ഞ ത്രില്ലർ മൂവിയാണ്. മനോരമ മാക്സിലാണ് ഈ സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മനോരമ മാക്സിൽ ഈ സിനിമ ജൂലൈ മാസം 18-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കുബേര എന്ന് പറഞ്ഞ സിനിമ. തമിഴ് മൂവിയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ജൂലൈ മാസം 18-ാം തീയതി മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത പൃഥ്വിരാജും കാജോളും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡയറക്റ്റ് OTT റിലീസാണ്. ഷർസാമി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഹിന്ദി ഭാഷ കൂടാതെ മറ്റ് വൈനന്ത്യൻ ഭാഷകളിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. മലയാളം അടക്കമുള്ള ഭാഷകളിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ജൂലൈ മാസം 25-ാം തീയതിയാണ് ഈ സിനിമയുടെ മലയാളം ട്രെയിലറൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അടുത്തത് സഞ്ജയ് ദത്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ദ ബൂത്തിനി എന്ന് പറഞ്ഞ സിനിമ. C5 ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. C5 ഈ ഒരു സിനിമ ജൂലൈ മാസം 18-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൊമാൻറ്റിക് ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ കുറേ ആയി ഫ്ലവേഴ്സിലൊക്കെ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു. മനോരമ മാക്സിൽ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയോടുകൂടി ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ലാലേട്ടനും പ്രഭാസും ഒക്കെ ക്യാമിയോ ആയിട്ട് വന്ന സിനിമയായിരുന്നു കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് മൂവിയാണ്. ഈ ഒരു സിനിമ തിയേറ്ററിൽ ഒരു ബോംബായി മാറിയ സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ആമസോൺ പ്രൈമാണ്. 8 ആഴ്ചകൾക്ക് ശേഷമേ ഈ സിനിമ OTT റിലീസ് ചെയ്യാനുള്ള പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഈ സിനിമയുടെ റിലീസ് നമുക്ക് ആഗസ്റ്റ് മാസം 15-ാം തീയതിക്കുള്ളിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.